എനിക്ക് 20 വയസ്സുള്ളപ്പോൾ 50 വയസ്സുള്ള എന്റെ ധനികനായ ബോസിനോട് എനിക്ക് പ്രണയം തോന്നി. എന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ദിവസങ്ങൾ അവസാനിച്ചുവെന്ന് ഞാൻ കരുതി. താമസിയാതെ അവൾ എന്നെ അവഗണിക്കാൻ തുടങ്ങി. ആ ദിവസം ഞാൻ എന്റെ കോപം മൈതാനത്ത് പ്രകടിപ്പിക്കുകയും തുടർച്ചയായി 3 ഗോളുകൾ നേടുകയും ചെയ്തു. പെട്ടെന്ന് കോടീശ്വരൻ അകുഫോ തന്റെ ടീമിൽ ചേരാൻ ആവശ്യപ്പെട്ടുകൊണ്ടെത്തി. അദ്ദേഹം ഒരു ഹെലികോപ്റ്ററിൽ പരിശീലന പിച്ചിൽ തന്നെ ഇറങ്ങി. അദ്ദേഹം എനിക്ക് $1 മില്യൺ ശമ്പളവും ആഡംബര കാറുകളും സുന്ദരികളായ സ്ത്രീകളും വാഗ്ദാനം ചെയ്തു. പക്ഷേ എന്റെ ഇപ്പോഴത്തെ ബോസ് റെബേക്ക എന്നെ പോകാൻ അനുവദിച്ചില്ല. അകുഫോ പിന്മാറിയില്ല. അദ്ദേഹം എന്നെ തന്റെ സ്വകാര്യ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. അമൂല്യമായ പെയിന്റിങ്ങുകൾ കൊണ്ട് പൊതിഞ്ഞ ചുവരുകൾ, സ്വർണം പൂശിയ ഫോർക്കുകളും കത്തികളും പോലും. ആഫ്രിക്കയിലുടനീളം എന്നെ ഒരു ഐക്കണാക്കി മാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്നെ ശരിക്കും ശ്രദ്ധിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പ്രശസ്തി ഉപയോഗിച്ച് തിരിച്ചു വരുമ്പോൾ കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ എല്ലാം അവസാനിപ്പിച്ചതായി എനിക്ക് തോന്നി. റെബേക്കയെ കാണാൻ ആവശ്യപ്പെടാൻ ഞാൻ ധൈര്യം സംഭരിച്ചു. ഞാൻ പോകില്ല എന്ന് അവളോട് പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൾ എന്നെ കണ്ട നിമിഷം അവളുടെ മുഖം തണുത്തു. ഞങ്ങളെക്കുറിച്ച് ഒരു ഉത്തരം നൽകാൻ എനിക്ക് കഴിയില്ല. അവൾ തിരിഞ്ഞു നടന്നു. എനിക്ക് സംസാരിക്കാൻ അവസരം നൽകാതെ അവളുടെ കഠിനമായ വാക്കുകൾ ഒരു വശത്ത് ആഴത്തിൽ മുറിവേൽപ്പിച്ചു, മറുവശത്ത് അനന്തമായ സമ്പത്ത്. ഞാൻ സ്നേഹിച്ച സ്ത്രീയും എന്റെ സഹതാരങ്ങളും എന്റെ സഹോദരന്മാരും. അടുത്ത ദിവസം ലോക്കർ റൂമിൽ അകുഫോ 10-ാം നമ്പർ ജേഴ്സിക്ക് മുകളിലൂടെ അയച്ചു, സ്റ്റാർ പ്ലേയേഴ്സ് നമ്പർ. എനിക്ക് വീണ്ടും ആ ആകർഷണം തോന്നി. പക്ഷേ തെരുവിൽ എന്റെ പേരെഴുതിയ ജേഴ്സി ധരിച്ച് എന്റെ ഗോൾ ആഘോഷങ്ങളെ അനുകരിച്ചുകൊണ്ട് ചിരിച്ചും പുഞ്ചിരിച്ചും ഇരിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. പണം പിന്നീട് സമ്പാദിക്കാം, പക്ഷേ എനിക്കിവിടെയുള്ളത് ബന്ധം വിലമതിക്കാനാവാത്തതാണ്. റെബേക്കയും ഈ ടീമുമാണ് ഞാൻ കളിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം. ഞാൻ അകുഫോയോട് എന്റെ തീരുമാനം പറഞ്ഞപ്പോൾ അവൻ എന്റെ മുഖത്ത് പൊട്ടിത്തെറിച്ചു. എല്ലാവരുടെയും മുന്നിൽ എന്നെ അപമാനിച്ചു. ആരാണ് നീ? എന്റെ സമയം പാഴാക്കുന്നതെന്നാണോ നീ കരുതുന്നത്? മിതി കഴിവുള്ള ഒരു ഭ്രാന്തൻ. അത് അവസാനിച്ചുവെന്ന് ഞാൻ കരുതി. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്തത് അടുത്ത വർഷം കോഫോ എന്റെ പിന്നാലെ വരും. എന്റെ ഫുട്ബോൾ സ്വപ്നങ്ങളെ എന്നേക്കുമായി നശിപ്പിക്കും.